ഹലോ കുട്ടികളെ, ഇന്ന് ക്ലാസ് 6ലെ വസന്ത് പാഠ്യപുസ്തകത്തിലെ ടിക്കറ്റ് ആൽബം എന്ന അധ്യായമാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. टिकट एल्बम. अब राजप्पा को कोई नहीं पूछता. आजकल सब के सब नागराजन को घेरे रहते. ഇപ്പോൾ രാജപ്പനെ പറ്റി ആരും അന്വേഷിക്കാറില്ല. എല്ലാവരും ഈടായിട്ട് നാഗരാജന് ചുറ്റുമാണ് കാണപ്പെടുന്നത് അല്ലേ? ഇതിന് കാരണം എന്തായിരിക്കും? ഈ രാജപ്പനും നാഗരാജനും നല്ല ക്ലോസ് ഫ്രണ്ട്സ് ആയിരുന്നു. രാജപ്പന് ഒരു ഹോബി ഉണ്ടായിരുന്നു. ടിക്കറ്റ്സ് ഒക്കെ അവിടെ ഇവിടെ നിന്നൊക്കെ കളക്ട് ചെയ്തിട്ട് ഒരു ആൽബം ഉണ്ടാക്കി അല്ലേ രാജപ്പൻ. അപ്പോൾ അത് കാണാനായിട്ട് എല്ലാ കൂട്ടുകാരും ഇങ്ങനെ കൂടുമായിരുന്നു. പക്ഷേ ഈടായിട്ട് നാഗരാജന് ചുറ്റുമാണ് എല്ലാവരും കൂടുന്നത്. നാഗരാജൻ ഘമണ്ഡി ഹോ ഗയാ ഹൈ, രാജപ്പ സാരെ ലഡ്കോ മേ കേത്താ ഫിർത്ത. ഘമണ്ഡി എന്ന് പറഞ്ഞാൽ അഹങ്കാരി. അപ്പോൾ രാജപ്പൻ എല്ലാ കുട്ടികളോടും എന്താ പറയുക? നാഗരാജൻ വളരെ അഹങ്കാരി ആയിട്ടുണ്ട് ഈടായിട്ട് എന്ന് പറയും. पर लड़के भला कहाँ उसकी बातों पर ध्यान देते. नागराजन के मामा जी ने सिंगापुर से एक ആൽബം ഭിജ്വായാ था. അപ്പോൾ ഈ ആൺകുട്ടികൾ എവിടെയാണ് കേൾക്കാൻ പോകുന്നത് അല്ലേ? ഈ നാഗരാജൻ ഘമണ്ഡിയാണ് അഹങ്കാരി എന്നൊക്കെ പറഞ്ഞാൽ ആരാ കേൾക്കാൻ പോകുന്നത്? അവർക്ക് ആ ആൽബം നോക്കിയാൽ മതി. അപ്പം നാഗരാജൻ്റെ കയ്യിലും ഒരു ആൽബം ഉണ്ടായിരുന്നു. അത് നാഗരാജൻ്റെ അമ്മാവൻ സിംഗപ്പൂരിൽ നിന്നും അയച്ചു തന്നതാണ്. ഭിജ്വായാ था അല്ലെ, അയച്ചു തന്നതാണ്. वो लड़कों को दिखाया करता. നാഗരാജനും അതെല്ലാ ആൺകുട്ടികളെയും കാണിക്കുമായിരുന്നു. സുബഹ പഹലി ഘंटी के बजने तक सभी लड़के നാഗരാജൻ കോ ഘേർ കർ ആൽബം ദേഖാ കർത്തെ. അപ്പോൾ രാവിലെ സ്കൂളിൽ ഫസ്റ്റ് ബെൽ അടിക്കുമ്പോൾ അതിന് ജസ്റ്റ് മുമ്പ് അല്ലേ എല്ലാ കുട്ടികളും ഇങ്ങനെ കൂടി നോക്കൂല്ലേ? അപ്പോൾ അതുപോലെ നാഗരാജൻ്റെ ബജ്നെ തക് സഭി ലड़के നാഗരാജൻ കോ ഘേർ കർ, നാഗരാജൻ ഇങ്ങനെ ചുറ്റും നിന്നിട്ട് ആ ടിക്കറ്റ് ആൽബം നോക്കുമായിരുന്നു. आधी छुट्टी के वक्त भी उसके आसपास लड़कों का जमघट लगा रहता. ആധി ചുട്ടി എന്ന് പറഞ്ഞാൽ റിസസിൻ്റെ ടൈം അല്ലേ? റിസസിൻ്റെ ടൈമിൽ വരെ ഇങ്ങനെ കുട്ടികളിങ്ങനെ കൂടി ചുറ്റും കൂടി നിൽക്കുമായിരുന്നു. ജംഘട്ട് എന്ന് പറഞ്ഞാൽ ജമാവ്, അതായത് ഒരുമിച്ച് നിൽക്കുക അല്ലെ, ഒരുമിച്ച് ഇങ്ങനെ കൂട്ടത്തോടെ നിൽക്കുക. കൈ ലോഗ് ടോലിയോമേ ഉസ്കെ ഘർ തക് ഹോ ആയേ. ടോലിയോമേ അതായത് മണ്ഡലി, അതായത് ഇങ്ങനെ ഗ്രൂപ്പായിട്ട് അവൻ്റെ വീട്ടിൽ വരെ എത്തിച്ചേർന്നു അല്ലേ? नागराजन शांतिपूर्वक सभी को अपना एल्बम दिखाता पर किसी को हाथ नहीं लगाने देता. നാഗരാജനാണെങ്കിലോ സമാധാനത്തോടെ ആൽബം എല്ലാവർക്കും കാണിച്ചു കൊടുക്കും, പക്ഷെ കൈ കൊണ്ട് തൊടാൻ വിടത്തില്ല. ആൽബം കോ ഗോദ് മേ റഖ് ലേത്താ और एक एक पन्ना पलटता. लड़के बस देख कर खुश होते. അപ്പോൾ ആൽബം ഇങ്ങനെ മടിയിൽ വെച്ചിട്ട് ഗോദ് മേ റഖ് ലേത്താ, മടിയിൽ വെക്കും, എന്നിട്ട് ഓരോ പേജസും ഇങ്ങനെ മറിക്കും അല്ലെ, പന്ന പലട്ട, ഓരോ പേജസ് ഇങ്ങനെ മറിച്ചിട്ട് ലड़के ബസ് ദേക്കർ ഖുഷ് ഹോത്തി, ഇത് കാണുമ്പോൾ തന്നെ അവർക്ക് സന്തോഷമാവും, മതിയാവും. और तो और कक्षा की लड़कियां भी उस एल्बम को देखने के लिए उत्सुक थी. और तो और ആൺകുട്ടികൾ മാത്രമല്ല പെൺകുട്ടികൾ വരെ ആ ആൽബം നോക്കാനായിട്ട് ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കും അല്ലേ? ഉത്സുക്തി എന്ന് പറഞ്ഞാൽ ഇച്ഛുക്ക്, അതായത് ആഗ്രഹം, ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കും നോക്കാനായിട്ട്. പാർവതി ലഡ്കിയോ കി അഗ്വാ ബനി और ആൽബം മാംഗ്നെ ആയി. അതായത് പാർവതി പെൺകുട്ടികളുടെ എന്താ ലീഡർ എന്ന പോലെ അല്ലേ, അവരെ റെപ്രസെൻറ്റ് ചെയ്തിട്ട് ആൽബം ചോദിക്കാനായിട്ട് പോയി. ലഡ്കിയോ മേ വഹി തേസ് തറാർ മാനി ജാതി ഥി. പാർവതിയാണ് ഏറ്റവും കൂടുതൽ സ്മാർട്ട് അല്ലേ? തേസ് തറാർ എന്ന് പറഞ്ഞാൽ നല്ല സ്മാർട്ടായിട്ടുള്ള കുട്ടി അല്ലേ? തേസ് തറാർ മാനി ജാതി ഥി. നാഗരാജനെ കവർ ചടാക്കർ ആൽബം ഉസെ ദിയ. അപ്പം അതിന് ശേഷം അതിന് കവറൊക്കെ ഇട്ടിട്ട് പാർവതിക്ക് കൊടുത്തയച്ചു ആൽബം. शाम तक लड़कियां ആൽബം देखती रही, फिर उसे वापस कर दिया. അപ്പോൾ വൈകിട്ട് വരെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന എല്ലാ പെൺകുട്ടികളും ഇങ്ങനെ മാറി മാറി നോക്കി, എന്നിട്ട് അത് തിരിച്ചു തന്നു അല്ലേ, വാപ്പസ് कर दिया. अब राजप्पा के ആൽബം को कोई पूछने वाला नहीं था. രാജപ്പൻ്റെ ആൽബത്തെ പറ്റി ഇപ്പോൾ ചോദിക്കാൻ ആരുമില്ല അല്ലേ? വാക്കൈ ഉസ്കി ഷാൻ അബ് ഘട്ട് ഗയി थी. വാക്കൈ എന്ന് പറഞ്ഞാൽ ശരിക്കും അല്ലേ? വാക്കൈ ഉസ്കി ഷാൻ, അവൻ്റെ ആ എടുപ്പ് അല്ലേ? എല്ലാവരും ആദ്യം ആരുടെ ചുറ്റുമായിരുന്നു കൂടിക്കൊണ്ടിരുന്നത്? രാജപ്പൻ അല്ലേ? രാജപ്പൻ്റെ ആൽബത്തിന് അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു. അപ്പോൾ രാജപ്പാക്കെ ആൽബം കി വാക്കൈ ഉസ്കി ഷാൻ അബ് ഘട്ട് ഗയി. ഘട്ന എന്ന് പറഞ്ഞാൽ കുറഞ്ഞു അല്ലേ? രാജപ്പാക്കെ ആൽബം കി ലഡ്കോ മേ കാഫി താരീഫ് രഹി തി. പണ്ട് രാജപ്പൻ്റെ ആൽബത്തെ പറ്റിയായിരുന്നു എല്ലാവരും പുകഴ്ത്തിക്കൊണ്ടിരുന്നത് അല്ലേ? കാഫി താരീഫ് രഹി തി, എല്ലാവരും പുകഴ്ത്തുമായിരുന്നു. മധുമക്കി की तरह उसने एक एक करके टिकറ്റ് ജമാ किए थे. മധുമക്കി അതായത് തേനീച്ച എങ്ങനെയാണോ എന്താണ് ഇത് എന്താണ്
ഹണി അല്ലേ, ഹണി കളക്ട് ചെയ്യുന്നത് അതുപോലെ, അതായത് മധുമക്കി की तरह उसने एक एक करके ഓരോ ഇങ്ങനെ ടിക്കറ്റ് ഓരോരുത്തരുടെ അടുത്തടുത്ത് പോയിട്ടാണ് ഇങ്ങനെ കളക്ട് ചെയ്തത് അല്ലേ. ഉസേ തോ ബസ് ഏക് യഹി ധുൻ സവാർത്തി, അത് മാത്രമായിരുന്നു മനസ്സിൽ അല്ലേ രാജപ്പന്. യഹി ഏക് ഹി ധുൻ എന്ന് പറഞ്ഞാൽ അത് മാത്രം ഇങ്ങനെ മനസ്സിൽ വെച്ചിട്ട്, അതായത് ലക്ഷ്യം വെച്ചിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നതാണ്. सुबह 8 बजे वह घर से निकल पड़ता, टिकट जमा करने वाले सारे लड़कों के चक्कर लगाता. അപ്പോൾ രാവിലെ 8 മണിക്ക് എണീറ്റിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങും. എന്നിട്ട് സാധാരണ രാജപ്പൻ പണ്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് പറയുന്നത്. ആ 8 മണിയാവുമ്പോഴേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങും. എന്നിട്ട് ആരുടെയൊക്കെ പക്കൽ ടിക്കറ്റ് ഉണ്ടോ, ആരൊക്കെ ടിക്കറ്റ് ഇങ്ങനെ കളക്ട് ചെയ്യുന്നുണ്ടോ അവരുടെ അടുത്തൊക്കെ പോകും അല്ലേ. ലടുക്കൊക്കെ ചക്കർ ലഗാത്ത, അതായത് അവരുടെ അടുത്ത് പോയി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, ഓരോ കുട്ടികളുടെ അടുത്തും അന്വേഷിച്ചിട്ട് അല്ലേ. 2 ഓസ്ട്രേലിയ के टिकटों के बदले 1 ഫിൻലാൻഡ് का ടിക്കറ്റ് लेता. അപ്പോൾ 2 ഓസ്ട്രേലിയ ടിക്കറ്റ് കൊടുത്തിട്ട് പിന്നെ 1 ഫിൻലാൻഡിൻ്റെ ടിക്കറ്റ്, പിന്നെ 2 പാകിസ്ഥാൻ്റെ ടിക്കറ്റ് കൊടുത്തിട്ട് 1 റൂസ്, അത് റൂസ് എന്ന് പറഞ്ഞാൽ റഷ്യയുടെ ടിക്കറ്റ്. ബസ് शाम जैसे ही घर लौटता बस ताकोने में पटक कर अम्मा से चबेना लेकर निकर की जेब में भर लेता और खड़े खड़े कॉफ़ी पीकर निकल जाता. അപ്പോൾ അവൻ എന്താ ചെയ്യാറ്, പിന്നെ വീട്ടിൽ സ്കൂളിൽ ഇതിങ്ങനെ 2 ടിക്കറ്റ് കൊടുത്തിട്ട് 1 ടിക്കറ്റ് മേടിക്കും അല്ലേ. അതിന് ശേഷം സ്കൂളിൽ നിന്ന് വന്ന ഉടനെ ബസ്ത അല്ലേ, ബസ്ത എന്ന് പറഞ്ഞാൽ ബാഗ്, ആ ബാഗ് താഴെ ഇങ്ങനെ ഇട്ടിട്ട്, പടക്ന എന്ന് പറഞ്ഞാൽ താഴെ ഇങ്ങനെ ഇടുക, പടക്കർ അമ്മയുടെ കയ്യിൽ നിന്ന് ചബേന, അതായത് ആ ചണയാണ്, ചബേന എന്ന് പറഞ്ഞാൽ ചബാക്കർ ഖാനെ വാലി ഖാദ്യ സാമഗ്രി, അതായത് ചണ ഇല്ലേ, അതുപോലെ അത് ഇങ്ങനെ പോക്കറ്റിലോട്ട് എടുത്തിടും. എന്നിട്ട് ഖടേ ഖടേ കോഫി പീക്കർ നിക്കൽ ജാത്ത, നിന്ന് തന്നെ കോഫി കുടിക്കും അല്ലേ, നിന്നെടുത്തുനിന്ന് തന്നെ കോഫി കുടിച്ചിട്ട് ഇറങ്ങും. 4 मील दूर अपने दोस्त के घर से कनाडा का टिकट लेने पगडंडियों में होकर भागता. അപ്പം 4 മൈൽ ദൂരം വരെ ഇങ്ങനെ ഓടും. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ടിക്കറ്റിന് വേണ്ടിയിട്ടാണ്. കാരണം കൂട്ടുകാരൻ്റെ അടുത്ത് കാനഡയുടെ ടിക്കറ്റ് ഉണ്ടെന്ന് അറിഞ്ഞിട്ട് ആ പഗഡണ്ടിയോം കെ രാസ്ത, അതായത് പഗഡണ്ടി എന്ന് പറഞ്ഞാൽ ഇടവഴികൾ അല്ലേ, അപ്പോൾ പഗഡണ്ടിയോം മേ ഹോക്കർ ഭാഗ്ത, അതിൻ്റെ ഇടയിലൂടെ ഇങ്ങനെ ഓടിപ്പാവും ആ 4 മൈൽ ദൂരെ പോയിട്ടാണ് ടിക്കറ്റ് കളക്ട് ചെയ്യാറ് അല്ലേ, ഓരോ ഫ്രണ്ട്സിൻ്റെ കയ്യിൽ നിന്നൊക്കെ. അപ്പോൾ സ്കൂൾ ഭർമേ ഉസ്ക ആൽബം സബ്സെ ബടാത്ത, ഈ സ്കൂളിൽ വെച്ചിട്ട് തന്നെ ഏറ്റവും വലിയ ആൽബം ആരുടെ ആയിരുന്നു? രാജപ്പൻ്റെ ആയിരുന്നു, അതായത് ഏറ്റവും കൂടുതൽ കളക്ഷൻ അല്ലേ. सरपंच के लड़के ने उसके आल्बम को 25 रुपये में खरीदना चाहा था. സർപഞ്ച് എന്ന് പറഞ്ഞാൽ ആ പഞ്ചായത്തിലെ മെയിൻ ആൾ അല്ലേ, സർപഞ്ച്. അപ്പോൾ സർപഞ്ച് കെ ലടുക്കേനെ, ആ പഞ്ചായത്തിലെ മെയിൻ ആൾ മുഖ്യ എന്ന് പറയും, അല്ലെങ്കിൽ സർപഞ്ച് എന്ന് പറയും. അപ്പോൾ സർപഞ്ചിൻ്റെ മകൻ അത് മേടിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു, ആൽബം കാശ് കൊടുത്തിട്ട്, അതായത് 25 രൂപയ്ക്ക് അത് മേടിക്കാനായിട്ട് ശ്രമിച്ചായിരുന്നു. पर രാജപ്പ നഹി മാന, രാജപ്പനാണെങ്കിലോ അത് സമ്മതിച്ചില്ല. രാജപ്പൻ അത്ര ഇഷ്ടമായിരുന്നു അല്ലേ ആൽബമിൻ്റെ കളക്ഷൻ, ഒരു ഹോബി ആയിരുന്നു രാജപ്പന്, ക്രേസ് ആയിരുന്നു. അപ്പോൾ അത് സമ്മതിച്ചില്ല. എന്നിട്ട് പറഞ്ഞു ഘമണ്ടി കഹിങ്ക, രാജപ്പ ബഡബടായ ഥാ, ഓ വലിയ അഹങ്കാരിയാണ്, കാശ് കൊടുത്ത് മേടിക്കുകയാണ് എന്ന രീതിയിൽ ഘമണ്ടി കഹിങ്ക എന്ന് രാജപ്പ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞായിരുന്നു. ബഡബടാന എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മനസ്സിൽ തന്നെ ഇങ്ങനെ ദേഷ്യപ്പെട്ട് പറയുക. ഫിർ ഉസ്നെ തീഖ ജവാബ് ദിയാ ഥാ, പിന്നെ ദേഷ്യം കൊണ്ട് ഇങ്ങനെ തിരിച്ചു പറയുകയാണ് തീഖ ജവാബ് അല്ലേ. തുമാരെ ഘർ മേ ജോ പ്യാരി ബച്ചി ഹൈ നാ ഉസേ ദേ ദോ നാ 30 रुपये में. അപ്പോൾ ചോദിച്ചു, നിൻ്റെ വീട്ടിലൊരു കുട്ടി ഉണ്ടല്ലോ, ഒരു കൊച്ചുകുട്ടി, ആ കുട്ടിയെ തരുമോ എനിക്ക് 30 രൂപയ്ക്ക് എന്ന് ചോദിച്ചായിരുന്നു. സാരേ ലടുക്കെ ടഹാക്ക മാർക്കർ ഹസ് പടേ ഥേ, അപ്പോൾ എല്ലാ കുട്ടികളും ഇങ്ങനെ പൊട്ടിച്ചിരിച്ചു. ടഹാക്ക മാർക്ക് ഹസ്പഡ്ന എന്ന് പറഞ്ഞാൽ ഒച്ചത്തിലും ഇങ്ങനെ എല്ലാവരും കൂടെ പൊട്ടി ചിരിച്ചു. അങ്ങനെ ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കാൻ പറ്റുന്നത്? കാരണം രാജപ്പന് അത്രയ്ക്ക് ഇഷ്ടമാണ് തൻ്റെ ആ കളക്ഷൻ അല്ലേ, ആൽബം കളക്ഷനോട് അത്രയ്ക്ക് പ്രിയമാണ്. അതാണ് ആ കുട്ടിയുമായിട്ട് കമ്പയർ ചെയ്യുന്നത്. पर अब ഇപ്പോഴോ കോയി ഉസ്കെ ആൽബം കി ബാത് തക് നഹി കർത്ത, ആരും രാജപ്പൻ്റെ ആൽബത്തെ പറ്റി ഒന്നും സംസാരിക്കുക പോലും ചെയ്യുന്നില്ല. और तो और अब सब उसके ആൽബം की तुलना नागराजन के ആൽബം से करने लगे हैं. അത് മാത്രമല്ല എല്ലാവരും കമ്പയറും ചെയ്യാൻ തുടങ്ങി. നാഗരാജൻ്റെ ആൽബവും രാജപ്പൻ്റെ ആൽബവുമായിട്ട് കമ്പയർ ചെയ്യാനും തുടങ്ങി. സബ് कहते हैं രാജപ്പ का ആൽബം ഫിസഡ്ഡി है. അപ്പോൾ എല്ലാവരും ഇപ്പോൾ പറയാൻ തുടങ്ങി രാജപ്പൻ്റെ ആൽബം ഇപ്പോൾ എന്താണ്, ഫിസഡ്ഡി എന്ന് പറഞ്ഞാൽ കാമേ പീച്ചെ രഹ ജാനെ വാല, അതായത് ഇപ്പോൾ ഔട്ട്ഡേറ്റഡ് ആയി എന്ന രീതിയിൽ എല്ലാവരും പറയാൻ തുടങ്ങി. അതായത് കാണാൻ അത്ര ഭംഗിയില്ല. പക്ഷേ രാജപ്പൻ്റെ കയ്യിൽ ശരിക്കും കളക്ഷൻ ഉണ്ട്, ഏറ്റവും കൂടുതൽ കളക്ഷനാണ് രാജപ്പൻ്റെ കയ്യിലുള്ളത്.
പക്ഷെ എങ്കിലും എല്ലാവരും പറയാൻ തുടങ്ങി ഔട്ട്ഡേറ്റഡ് ആണ് എന്ന്. पर राजप्पा ने नागराजन के आल्बम को देखने की इच्छा कभी नहीं प्रकट की. പക്ഷെ രാജപ്പനും നാഗരാജൻ്റെ ആൽബം നോക്കാനുള്ള ആഗ്രഹമൊന്നും കാണിച്ചില്ല. കാരണം ചെറിയൊരു അസൂയ ഉണ്ടായിരുന്നു മനസ്സിൽ അല്ലേ രാജപ്പന്. लेकिन जब दूसरे लड़के उसे देख रहे होते तो वो नीची आंखों से देख लेता. പക്ഷെ കാണണം എന്നൊക്കെ ഉണ്ട് മനസ്സിൽ. കാരണം ഇത്രയ്ക്ക് എന്താ എല്ലാവർക്കും കാണാനുള്ള അതിൽ എൻ്റെ ആൽബമായിട്ട് ഇത്ര എന്താ വ്യത്യാസം എന്നൊക്കെ കാണാൻ ആഗ്രഹം ഉണ്ടാവില്ലേ. അപ്പോൾ അങ്ങനെ രാജപ്പൻ ഇങ്ങനെ നീച്ചി ആങ്കോസ്, അതായത് ഇങ്ങനെ കണ്ണിങ്ങനെ സൈഡിലൂടെ ഇങ്ങനെ നോക്കും ഇടയ്ക്ക് അല്ലേ, ഇടയ്ക്ക് എന്താണ് അതിൽ ഇത്ര ഉള്ളത് എന്ന രീതിയിൽ ആൽബം ശ്രദ്ധിക്കുമായിരുന്നു. സച്ച്മുച്ച് നാഗരാജൻ കാ ആൽബം ബേഹദ് പ്യാരാ ഥാ. ശരിക്കും രാജപ്പൻ്റെ മനസ്സിൽ തോന്നിയ കാര്യമാണ്. കാരണം നാഗരാജൻ്റെ ആൽബം കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ബേഹദ് പ്യാര അതായത് വളരെ ഭംഗിയുണ്ടായിരുന്നു. पर राजप्पा के पास जितने टिकट थे उतने नागराजन के आल्बम में नहीं थे. അപ്പോൾ രാജപ്പൻ്റെ കയ്യിൽ എത്ര ടിക്കറ്റ് ഉണ്ടോ അത്രയും ഒന്നും നാഗരാജൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു ടിക്കറ്റ് അല്ലേ. पर खुद उसका आल्बम ही कितना प्यारा था. ശരിക്കും അത് സ്വയം ആ ആൽബം എത്ര ഭംഗിയുള്ളതായിരുന്നു. ഉസെ ഛൂ ലേനാ ഹി കൊയ് ബഡി ബാത് ഥി. അതിനൊന്ന് തൊടുന്നത് തന്നെ വളരെ വലിയ കാര്യമായിരുന്നു. കാരണം അതിൻ്റെ ആ ടെക്സ്ചർ ആയിരിക്കാം അല്ലേ. ഉസെ ഛൂ ലേനാ ഹി കൊയ് ബഡി ബാത് ഥി. ഇസ് तरह का आल्बम यहाँ थोड़ी मिलेगा. ഇങ്ങനത്തെ ആൽബം ഇവിടെ എവിടെയെങ്കിലും കിട്ടുമോ. आल्बम के पहले पृष्ठ पर मोती जैसे अक्षरों में उसके मामा ने लिख भेजा था. അപ്പോൾ നല്ല മുത്തുപോലത്തെ അക്ഷരം കൊണ്ട് ആ ആൽബത്തിൻ്റെ ആദ്യത്തെ പേജിൽ അമ്മാവൻ അല്ലേ, നാഗരാജൻ്റെ അമ്മാവൻ അതിൽ നല്ല ഭംഗിയിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. എന്താ എഴുതിയിട്ടുണ്ടായിരുന്നത്? ആദ്യം പേര് അല്ലേ, AM നാഗരാജൻ ആ കുട്ടിയുടെ പേര്, പിന്നെ അതിന് ശേഷം കുറച്ച് വേർഡിങ്സ് എഴുതിയിട്ട് തന്നിട്ടുണ്ടായിരുന്നു. इस आल्बम को चुराने वाला बेशर्म है, ऊपर लिखे नाम को कभी देखा है, यह आल्बम मेरा है, जब तक घास हरी है और कमल लाल, सूरज जब तक पूर्व से उगे और पश्चिम में छिपे, उस अनंत काल के लिए यह आल्बം मेरा है रहेगा എന്ന് മുത്തുപോലെ അക്ഷരങ്ങളിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. അതായത് ഈ ആൽബം എൻ്റെ ആണെന്നും ഈ കക്കുന്ന ആൾ നാണമില്ലാത്തവനാണെന്നും പിന്നെ എപ്പോഴൊക്കെയോ ഈ പച്ച പുല്ലായിട്ട് നിൽക്കുന്നു, പുല്ല് പച്ചയായിട്ട് നിൽക്കുന്നതോ, ലോട്ടസ് റെഡ്, പിന്നെ സൂര്യൻ കിഴക്കുദിക്കുന്നുവോ, പിന്നെ സൂര്യൻ പടിഞ്ഞാറ് അസ്തമിക്കുന്നുവോ, അത്രയും അനന്തകാലം അതായത് അനന്തമായിട്ടുള്ള ആ കാലം വരെ ഈ ആൽബം എൻ്റേതായിരിക്കും, എൻ്റേത് മാത്രമായിരിക്കും എന്ന രീതിയിൽ അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. लड़कों ने इसे अपने एल्बम में उतार लिया. लड़कियों ने झट अपनी कॉपियों और किताबों में ठीप लिया. അപ്പോൾ ആൺകുട്ടികൾ എന്താ ചെയ്തത്? ആൽബം അതുപോലെ ആൽബത്തിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ അതുപോലെ അവർ കോപ്പി ചെയ്തു അല്ല, അതുപോലെ എഴുതുക, അതാണ് ഉത്താർ ലിയ എന്ന്. അപ്പോൾ ലഡ്കിയോനെ झट कॉपियों और किताब में ठीप लिया. ठीप लेना എന്ന് പറഞ്ഞാൽ അത് കോപ്പി അടിക്കുക എന്ന് തന്നെയാണ് അർത്ഥം വരുന്നത് അല്ലേ. അത് അതുപോലെ അവർ എഴുതിയെടുത്തു എന്നാണ് പറയുന്നത്. ടീപ്പ് ലേയ കോപ്പി ചെയ്തെടുത്തു എന്നാണ് പറയുന്നത്. ടീപ്ന എന്ന് പറഞ്ഞാൽ ഹുബഹു ഉത്താർണ, അതുപോലെ കോപ്പി എഴുതുക. തും ലോഗ് യെ നക്കൽ ക്യൂ കർത്തേ ഹോ നക്കൽച്ചി കഹിങ്കെ. നിങ്ങൾ എന്തിനാ ഇത് കോപ്പി ചെയ്യുന്നത്? നിങ്ങൾ കോപ്പി ചെയ്യുന്ന ആൾക്കാർ എന്തിനാ ഇങ്ങനെ കോപ്പി എന്തിനാ ചെയ്യുന്നത് എന്ന് പറഞ്ഞ് രാജപ്പന് ദേഷ്യം വന്നു. രാജപ്പാനെ ലടുക്കോക്കോ ഗുഡ്ക്കി ദി. ഗുഡ്ക്കി ദേന എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ദേഷ്യപ്പെട്ട് ഇങ്ങനെ ഇങ്ങനെ കുത്തുവാക്ക് പോലെ ഇങ്ങനെ പറയുക അല്ലെ, ദേഷ്യം വന്നിട്ട്. അപ്പോൾ ഗുഡ്ക്കി ദി സബ് ചുപ് രഹേ പർ കൃഷ്ണൻ സേ നഹി രഹാ ഗയാ. അപ്പോൾ പക്ഷെ കൃഷ്ണൻ മിണ്ടാതിരുന്നില്ല, എല്ലാവരും മിണ്ടാതിരുന്നു, കൃഷ്ണൻ ഒഴിച്ചല്ലേ. ജാ ജാ ജൽത്താ ഹേ ഈർഷ്യാലു കഹിങ്ക. പോ നിനക്ക് വളരെ വലിയ അസൂയക്കാരനാണ് നീ, പൊയ്ക്കോ എന്ന് പറഞ്ഞു. മേ കാഹേക്കോ ജലു, എനിക്കെന്തിനാ ഇങ്ങനെ ഈർഷ്യാലു ആവേണ്ട ആവശ്യം, അതായത് ഞാനെന്തിനാ അസൂയ ആവേണ്ട ആവശ്യം. ജലി തെരാ ഖാൻദാൻ, നിൻ്റെ കുടുംബം ആണ് ഈർഷ്യാലു എന്ന് പറഞ്ഞു, അതായത് ദേഷ്യപ്പെട്ട് പറയുകയാണ് അല്ലേ. മേരാ ആൽബം ഉസ്കെ ആൽബം സെ കഹി ബഡാ ഹേ. അവൻ്റെ ആൽബത്തേക്കാൾ എൻ്റെ ആൽബം വളരെ വലുതാണ്, പിന്നെ എന്തിനാ ഞാൻ അസൂയപ്പെടേണ്ടത് എന്ന് രാജപ്പൻ പറഞ്ഞു. രാജപ്പാനെ ഷാൻ ഭഗാരി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പൊങ്ങച്ചം പറയുക, അതായത് സ്വയം പുകഴ്ത്തി പറയുക. കാരണം അവനേക്കാൾ എൻ്റെ ആൽബം വലുതാണ് എന്ന രീതിയിൽ ഇങ്ങനെ പൊങ്ങച്ചം പറഞ്ഞു അല്ലേ. ഭഗാരി എന്ന് പറഞ്ഞാൽ എന്താണ്, ഭഗാർണ എന്ന് പറഞ്ഞാൽ പാണ്ഡിത്യ ദിഖാനേക്ക് ലിയെ കിസി വിജയ്ക്ക് ചർച്ച കരണം, എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് കാണിക്കാനായിട്ട് അങ്ങനെ പൊങ്ങച്ചം പറയത്തില്ല. അപ്പോൾ അതിനാണ് ഭഗാർണ അല്ലെങ്കിൽ രാജപ്പാനെ ഷാൻ ഭഗാരി. അരേ ഉസ്കെ പാസ് ജോ ടിക്കറ്റേ ഹേ വ ഹേ കഹി തെരെ പാസ്. നിൻ്റെ കയ്യിലുണ്ടോ ആ ടിക്കറ്റുകൾ? അവൻ്റെ കയ്യിലുള്ള ടിക്കറ്റ് എന്തെങ്കിലും നിൻ്റെ കയ്യിലുണ്ടോ എന്ന് ചോദിച്ചു ആര്? കൃഷ്ണൻ.
सब क्यों, बस एक इंडोनेഷ്या का टिकट दिखा दो. എല്ലാം അല്ല, പക്ഷെ ഇന്തോനേഷ്യയുടെ ഒരു ടിക്കറ്റ് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുമോ? അരെ പാനി ഭരോഗെ, പാനി ഭരോഗെ എന്ന് പറഞ്ഞാൽ ഒന്നും പണിയുണ്ട, അത് നീ പറഞ്ഞത് ശരിയല്ല എന്ന രീതിയിൽ കൃഷ്ണൻ പറഞ്ഞു. നിൻ്റെ അടുത്ത് ഒന്നുമില്ല, അവനെ കമ്പയർ ചെയ്യുമ്പോൾ നിൻ്റെ കയ്യിൽ ഒന്നുമില്ല എന്ന രീതിയിൽ കൃഷ്ണൻ പറഞ്ഞു. पर मेरे पास जो टिकट है वह कहाँ है उसके पास, എൻ്റെ കയ്യിലുള്ള എന്തെങ്കിലും ടിക്കറ്റ് അവൻ്റെ കയ്യിലുണ്ടോ എന്ന് രാജപ്പാനെ ഫിർ ലൽക്കാറ. ലൽക്കാർന എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വഴക്കിനായിട്ട് വിളിക്കുക, അതാണ് ലൽക്കാറ. ഉസ്കെ പാസ് ജോ ടിക്കറ്റ് ഹേ വഹി ദിഖാ ദോ, എങ്കിൽ അവൻ്റെ കയ്യിലുള്ള ടിക്കറ്റ് നീ ഒന്ന് കാണിച്ചേ എന്ന് കൃഷ്ണനും പറഞ്ഞു അല്ലേ. കൃഷ്ണൻ ഭി കം നഹി താ, ഒന്നും കുറവല്ലായിരുന്നു കൃഷ്ണനും അല്ല, കൃഷ്ണനും അങ്ങനെ പറഞ്ഞു. ठीक है 10 रुपये की शर्त, മേരെ വാലെ ടിക്കറ്റ് ദിഖാ ദോ. അപ്പോൾ പറഞ്ഞു എങ്കിൽ 10 രൂപയുടെ എന്താണ് ബെറ്റ് വയ്ക്കുകയാണ്. അപ്പോൾ ഷർത്ത് മേരെ വാലെ ടിക്കറ്റ് ദിഖാ ദോ, എൻ്റെ ടിക്കറ്റ് ഒന്ന് കാണിച്ച്, ഞാൻ പറഞ്ഞ കാര്യം കാണിച്ച്. തുമാര ആൽബം കൂടാ ഹേ, കൃഷ്ണൻ ചീക്ക. ഹാ കൂടാ, നിൻ്റെ ആൽബം ഡസ്റ്റ്ബിന്നാണ് എന്ന് പറഞ്ഞിട്ട് ഒച്ചത്തി കളിയാക്കി അല്ലേ. ഹാ കൂടാ ഡസ്റ്റ്ബിന്നാണെന്ന് പറഞ്ഞു. ലടുക്കെ ജैसे കോറസ് ഗാനയിലൊക്കെ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒരുമിച്ച് പറഞ്ഞു അല്ലേ. കോറസ് ഗാന എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇങ്ങനെ ഒരുമിച്ച് പറയുക. അപ്പോൾ രാജപ്പാക്കു ലഗാ अपने ആൽബം के बारे में बातें करना फालतू है. അപ്പോൾ ഇനി ഞാൻ തർക്കിച്ചിരിക്കുന്നത് വേസ്റ്റാണ്, അതായത് ഫാൽത്തു എന്ന് പറഞ്ഞാൽ വേസ്റ്റാണ്, ഇനി അതിനെപ്പറ്റി ആലോചിക്കാൻ ഇരിക്കുന്നതല്ല, ബേക്കാർ ഹേ അല്ലേ. അതിനെപ്പറ്റി കൂടുതലൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം ആരും മനസ്സിലാക്കുന്നില്ല. ഉസ്നെ കിത്നി മെഹനത്ത് और लगन से टिकट बटोरे हैं. അപ്പോൾ അവൻ എത്ര പരിശ്രമിച്ചിട്ടാണ് അല്ലേ, എത്ര മനസ്സോടെ ഇങ്ങനെ പരിശ്രമിച്ചിട്ടാണ് എന്താണ് ബട്ടോർന എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരുമിക്കുക അല്ലെ, ഒരുമിച്ചാക്കുക, അതായത് അതിനെ കളക്ട് ചെയ്യുക. ബട്ടോർന എന്ന് പറഞ്ഞാൽ കളക്ട് ചെയ്ത് എത്ര കഷ്ടപ്പെട്ടിട്ടല്ലേ, എത്ര മനസ്സോടെയാണ് ഞാൻ കഷ്ടപ്പെട്ടിട്ട് ഉണ്ടാക്കിയതാണ് അല്ലേ ഈ കളക്ഷൻ. അപ്പോൾ സിംഗപ്പൂർ से आए इस एक पार्सल ने नागराजन को एक ही दिन में मशहूर कर दिया. ഞാൻ എത്ര കാലം കൊണ്ട് ഉണ്ടാക്കിയത്, സിംഗപ്പൂരിൽ നിന്ന് വന്ന ആ പാർസൽ നാഗരാജന് ഒരു ദിവസം കൊണ്ട് അല്ലേ, മഷൂർ കർണ എന്ന് പറഞ്ഞാൽ പ്രസിദ്ധ കർണ, അതായത് അവന് ഫേമസ് ആക്കി. എത്ര വേഗമാണ് കുട്ടികളുടെ ഇടയിൽ അവന് ഫേമസ് ആയത്. पर दोनों में कितना अंतर है, ये लड़के क्या समझेंगे. പക്ഷേ ഇതിൽ നിന്ന് രണ്ടും വ്യത്യസ്തമാണ്. ഞാൻ ഇത്ര പരിശ്രമിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയത്, അവന് ഒരു ദിവസം കൊണ്ട് ആരോ തന്ന ഒരു ആൽബം കാരണമാണ് അവൻ ഫേമസ് ആയത്. അത് കുട്ടികൾക്കൊന്നും മനസ്സിലാവത്തില്ല. ഈ ലड़के क्या समझेंगे, അവർക്ക് എങ്ങനെ മനസ്സിലാവാനാണ് ഈ കാര്യങ്ങളൊക്കെ എന്ന് രാജപ്പൻ ഇങ്ങനെ മനസ്സിൽ കരുതി. രാജപ്പ മൻ ഹി മൻ കുഡ് റഹാ था. അപ്പോൾ മനസ്സിൽ ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ വിഷമിക്കുകയായിരുന്നു. കുഡ്ന എന്ന് പറഞ്ഞാൽ മനസ്സിങ്ങനെ വിഷമിക്കുക അല്ലേ. അപ്പോൾ മൻഹിമൻ കുഡ് റാത്ത. സ്കൂൾ ജാന അബ് ഖൽനെ ലഗാത്ത. അപ്പോൾ സ്കൂളിൽ പോകുന്ന ഒന്നും അവന് ഇഷ്ടമല്ലായിരുന്നു. और लड़कों के सामने जाने में शर्माने लगे. അവർ ആൺകുട്ടികളുടെ മുമ്പിൽ പോകുന്നത് തന്നെ അവന് മടിയായിരുന്നു, കാരണം എല്ലാവരും കളിയാക്കും അല്ലേ. ആംതौर पर शनिवार और रविवार को टिकट की खोज में लगा रहता. സാധാരണയായിട്ട് സാറ്റർഡേ സൺഡേ ഒക്കെ ആകുമ്പോൾ ടിക്കറ്റും ഇങ്ങനെ നോക്കി ഇറങ്ങും. परंतु अब घर घुसा हो गया था. घर घुसा എന്ന് പറഞ്ഞാൽ വീട്ടിൽ തന്നെ ഇരിക്കുന്ന ആളായിട്ട് മാറി. दिन में कई बार ആൽബം को पलटता रहता है. ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ നിന്ന് ഇടയ്ക്ക് ഇങ്ങനെ ആൽബം ഇങ്ങനെ മറിച്ചുകൊണ്ടിരിക്കും. रात को लेट जाता, രാത്രി ഇങ്ങനെ ഉറങ്ങും. പിന്നെ सहसा जाने क्या सोच कर उठता, എന്തൊക്കെയോ വിചാരിച്ചിട്ട് എണീക്കും അല്ലേ, സാധാരണ പോലെ വെറുതെ ഇങ്ങനെ എണീക്കും. പിന്നെ ട്രങ്ക് खोलकर ആൽബം निकालता, പിന്നെ അത് കഴിഞ്ഞിട്ട് ട്രങ്ക് തുറന്നിട്ട് ആൽബം എടുക്കും. और एक बार पूरा देख जाता, എല്ലാ ആൽബവും ഇങ്ങനെ നല്ലോണം നോക്കും. ഉസ് ആൽബം സെ ചിഡ് ഹോനെ ലഗി തീ. ഇപ്പോൾ ആൽബം ഒന്നും കാണുന്നത് പോലും ഇഷ്ടമല്ലായിരുന്നു, അത്രയ്ക്ക് അല്ലേ. ചിഡ് ഹോ ഗയി തീ. ഉസെ ലഗ ആൽബം വാക്കൈ കൂടാ ഹോ ഗയാ ഹൈ. ശരിക്കും കൃഷ്ണൻ പറഞ്ഞ പോലെ ഡസ്റ്റ്ബിൻ ആയിട്ട് മാറിയിട്ടുണ്ട്, അതായത് എല്ലാം ഇങ്ങനെ നിറഞ്ഞിരിക്കുകയാണ് ആൽബം അല്ലേ, ടിക്കറ്റ് കൊണ്ട് ഇങ്ങനെ നിറഞ്ഞിരിക്കുകയാണ് എന്ന് തോന്നി ആർക്ക്, രാജപ്പന്. ഉസ് ദിൻ ഷാം ഉസ്നെ ജैसे तय कर लिया था वह नागराजन के घर गया. അപ്പോൾ എന്തോ അവനിങ്ങനെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് വൈകിട്ടായപ്പോൾ ഒരു ദിവസം നാഗരാജൻ്റെ വീട്ടിലേക്ക് പോയി. നാഗരാജൻ കെ ഘർ ഗയ. അപ്പോൾ കോയി കിത്ന അപമാൻ സഹി. ഇനി എത്ര അപമാനം സഹിക്കും അല്ലേ, കുറേ ആയി ഞാൻ സഹിക്കുന്നു, ഇനി എന്തെങ്കിലും ഒന്ന് തീരുമാനം എടുക്കണമെന്ന രീതിയിൽ രാജപ്പൻ രണ്ടും കൽപ്പിച്ചിട്ട് നാഗരാജൻ്റെ വീട്ടിൽ പോയി. നാഗരാജൻ്റെ വീട്ടിൽ പോയപ്പോൾ നാഗരാജൻ കെ ഹാത്ത് അച്ചാനക് ഏക് ആൽബം ലഗാ ഹെ ബസ് യഹി നാ. ഇത് വലിയ അവൻ രാജപ്പൻ പോകാനുള്ള കാരണം എന്തായിരുന്നു, ഒന്ന് എനിക്കിനി സഹിക്കാൻ വയ്യ, ഇനി അപമാനം സഹിക്കാൻ വയ്യ, എന്തെങ്കിലും ഒന്ന് അറിയണം എന്ന രീതിയിൽ. അത് ആ സമയത്ത് രാജപ്പൻ്റെ മനസ്സിലുള്ള കാര്യമാണ്. നാഗരാജൻ കെ ഹാത്ത് അച്ചാനക് ഏക് ആൽബം ലഗാ ഹെ ബസ് യഹി നാ. ഇത് മാത്രമല്ല, വലിയ കാര്യമാക്കാൻ എന്താ ഉള്ളത്, രാജപ്പൻ്റെ കയ്യിൽ ഒരു ആൽബം കിട്ടിയിട്ടുണ്ട്, അത് അത്ര വലിയ കാര്യമാക്കണോ എന്ന രീതിയിൽ ഇങ്ങനെ മനസ്സിൽ കരുതി. ബസ് യഹി നാ. वो क्या जाने टिकट कैसे जमा किए जाते हैं. അവൻ എന്താ അറിയാം
ടിക്കറ്റ് എങ്ങനെയാണ് കളക്ട് ചെയ്യുന്നത് എന്ന്, എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ചെയ്തത് എന്ന രീതിയിൽ ആര് പറഞ്ഞു? മനസ്സിലെ രാജപ്പൻ അല്ലേ. ഏക് ഏക് ടിക്കറ്റ് കി ക്യാ കീമത്ത് ഹോത്തി ഹെ വോ ഭല ക്യാ സമझे. അവൻ എങ്ങനെ അതിൻ്റെ വില മനസ്സിലാകും? ഓരോരോ ടിക്കറ്റിൻ്റെയും വില അവനെങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? സോച്താ ഹോഗ ടിക്കറ്റ് ജിത്നാ ബടാ ഹോഗ ഉത്നാ ഹി കീമത്തി ഹോഗ. അവൻ്റെ കയ്യിൽ വലിയ വലിയ ടിക്കറ്റൊക്കെയാണ്, പക്ഷെ അവൻ്റെ മനസ്സിൽ ഇങ്ങനെ ഉണ്ടാവും, നാഗരാജൻ ആലോചിക്കുന്നുണ്ടാവും എത്ര വലിയ ടിക്കറ്റാണോ അത്രയും അതിന് വില കൂടും എന്ന രീതിയിലായിരിക്കും നാഗരാജൻ്റെ മനസ്സിൽ എന്ന് രാജപ്പൻ ഇങ്ങനെ ആലോചിച്ചു. या फिर सोचता होगा बड़े देश का टिकट कीमती होगा. അല്ലെങ്കിൽ അവൻ വിചാരിക്കുന്നുണ്ടാവും ഈ വലിയ വലിയ സ്റ്റേറ്റ്സ്, വലിയ വലിയ എന്താണ് കൺട്രീസിൻ്റെ ടിക്കറ്റൊക്കെ ആയിരിക്കും വിലപിടിപ്പുള്ളത് എന്ന് വിചാരിക്കുന്നുണ്ടാവും. അപ്പോൾ ഭല ക്യാ സംജ, അവൻ എന്തറിയാം ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ട് കളക്ട് ചെയ്തതാണ് ആൽബം, അവൻ എന്തറിയാം എന്ന് ഇങ്ങനെ രാജപ്പൻ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ കരുതിക്കൊണ്ടിരുന്ന് ആ വീട്ടിലോട്ട് എത്തി, നാഗരാജൻ്റെ വീട്ടിലോട്ട് എത്തി. उसके पास जितने भी फालतू टिकट हैं उन्हें टरका कर उसे अच्छे टिकट झाड़ लेगा. कितनों को तो उसने यूं ही उल्लू बनाया है. कितनी चालबाजी करनी पड़ती है. नागराजन भला किस खेती की मूली है. അപ്പോൾ ഇതിന് ഫാൽത്തു ടിക്കറ്റ്, അത് പഴയ ടിക്കറ്റ് കൊടുത്തിട്ട് എന്താ പുതിയ ടിക്കറ്റ് മേടിക്കുക, പിന്നെ എന്താണ് പഴയ ടിക്കറ്റൊക്കെ ഇങ്ങനെ മാറ്റി വയ്ക്കുക. ടർക്കാന എന്ന് പറഞ്ഞാൽ എന്താണ് അങ്ങോട്ട് മാറ്റുക അല്ലേ, ഖിസ്കാന. പിന്നെ കിത്നോക്കോ तो उसने यूं ही उल्लू बनाया എന്ന് പറഞ്ഞാൽ ഫൂളാക്കിയിട്ടുണ്ട് അല്ലേ. കിത്നി ചാൽബാസി കർണി പടുത്തി ഹെ, ക്രുക്കഡ് നേച്ചറാണെന്ന്. അപ്പോൾ നാഗരാജൻ ഭല കിസ് ഖേത്തി കാ മൂലി ഹെ, ഓവർ സ്മാർട്ട് ആവുകയാണ് അല്ലേ, കുറേ സ്മാർട്ടായി കാണിക്കുകയാണ് എന്ന രീതിയിൽ കിസ് ഖേത്തി കാ മൂലി ഹെ. അപ്പോൾ രാജപ്പ നാഗരാജൻ കെ ഘർ പहुंच कर ऊपर गया. അപ്പോൾ രാജപ്പൻ എവിടെ എത്തിയത്? നാഗരാജൻ്റെ വീട്ടിൽ. അതിനുശേഷം മുകളിലോട്ട് കയറിപ്പോയി. चूंकि वह अक्सर आया जाया करता था सो किसी ने उसे नहीं टोका. അപ്പോൾ എല്ലായ്പ്പോഴും വരുന്നതും പോകുന്നതുമല്ല, അതായത് കൂട്ടുകാരനാണ് അല്ലേ, ഫ്രണ്ടാണ്. അപ്പോൾ ആരും വേണ്ടാന്ന് പറഞ്ഞില്ല. ടോക്ന എന്ന് പറഞ്ഞാൽ വേണ്ടാന്ന് പോവാൻ അനുവദിക്കാതിരിക്കുക. അപ്പോൾ ടോക്ന. ऊपर पहुंच कर वह नागराजन की मेज़ के पास पड़ी कुर्सी पर बैठ गया. അപ്പോൾ ടേബിളിൻ്റെ അടുത്തുള്ള ഒരു ചെയറിൽ ഇരുന്നു. कुछ देर बाद नागराजन की बहन कामाक्षी ऊपर आई. കുറച്ച് കഴിഞ്ഞതിന് ശേഷം കാമാക്ഷി വന്നു, അനുജത്തി നാഗരാജൻ്റെ. भैया शहर गया है. अरे हाँ तुमने भैया का एल्बम देखा, उसने पूछा. ചേട്ടൻ പട്ടണത്തിൽ പോയിട്ടുണ്ട്, ഇനി ചേട്ടൻ്റെ ആൽബം കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. രാജപ്പാക്കോ ഹാ കേനമേ ഹേക്കടി ഹോ റഹി തി. ഹേക്കടി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മടി കാണിക്കുക അല്ലേ, വളരെയധികം ദേഷ്യം വന്നിട്ട് ഇങ്ങനെ മനസ്സിലിങ്ങനെ തോന്നത്തില്ലേ, എന്ന് പറയത്തില്ല. അപ്പോൾ ബഹുത് സുന്ദർ ആൽബം ഹേ നാ, സുനാ ഹേ സ്കൂൾ ഭർ മേ കിസി കെ ഭി പാസ് ഇത്നാ ബഡാ ആൽബം നഹീ ഹേ. അപ്പോൾ വളരെ ഭംഗിയുള്ള ആൽബമല്ലേ ചേട്ടൻ്റേത്, ഞാൻ കേട്ടിട്ടുണ്ട് സ്കൂളിൽ ആരുടെ കയ്യിലും ഇത്ര നല്ല വലിയ ആൽബം ആരുടെ കയ്യിലും ഇല്ലയെന്ന് ഞാൻ കേട്ടു എന്ന് പറഞ്ഞു. അനുജത്തി പറഞ്ഞു. തുംസെ കിസ്നെ കഹാ, നിൻ്റെ അടുത്ത് ആരാ പറഞ്ഞേ എന്ന് രാജപ്പൻ ചോദിച്ചു. ഭയ്യാനെ. അപ്പോൾ ചേട്ടൻ പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ കുടുകയ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ദേഷ്യം വരിക അല്ലേ, ദേഷ്യം വന്നു, ഇറിറ്റേഷൻ വരിക അല്ലേ, ഇറിറ്റേറ്റഡ് ആകുക, അപ്പോൾ ദേഷ്യം വന്നു. ബഡേ സെ ക്യാ മത്ലബ് ഹുവാ, ആകാർ മേ ബഡാ ഹുവാ തോ ആൽബം ബഡാ ഹോ ഗയാ. അപ്പോൾ നിൻ്റെ ആകൃതി കൊണ്ട് നീ എന്താ പറയുന്നത്, വലുത് എന്നതിൻ്റെ അർത്ഥം എന്താണ് എന്ന് പറഞ്ഞാൽ വലുതാണെങ്കിൽ ആൽബത്തിൻ്റെ ആ കളക്ഷനും വലുതാവുമോ എന്ന രീതിയിൽ ആര് പറഞ്ഞു? രാജപ്പൻ പറഞ്ഞു. ഉസ്കി ചിഡ്ചിടാഹത് സാഫ് തീ. അപ്പോൾ അവൻ്റെ ആ ഇറിറ്റേഷൻ ശരിക്കും ക്ലിയർ ആവുന്നുണ്ടായിരുന്നു, അത് ഇറിറ്റേഷൻ ശരിക്കും മനസ്സിലാവുന്നുണ്ടായിരുന്നു. കാമാക്ഷി കുച്ച് ദേർ തക് വഹി റഹി ഫിർ നീച്ചെ ചലി ഗയി. കുറച്ച് നേരം അവിടെ നിന്നു, പിന്നെ അതിന് ശേഷം താഴെ ഇറങ്ങിപ്പോയി. രാജപ്പ മേസ് പർ ബിഖ്രി കിതാബോं को टटोलने लगा. അവിടെ ടേബിളിലുണ്ടായിരുന്ന പുസ്തകങ്ങളൊക്കെ ഇങ്ങനെ തപ്പുന്നുണ്ടായിരുന്നു, टटोलने लगा. अचानक उसका हाथ दराज के ताले से टकरा गया. പെട്ടെന്ന് അവൻ്റെ കൈ ആ ഡ്രോവറിൻ്റെ അല്ലെ ദറാസ് കെ താലേസെ, ആ ലോക്കിൽ ഇങ്ങനെ കൈ കൊണ്ടു. ടക്രാ ഗയ അതായത് കൊണ്ടു. ഉസ്നെ താലേക്കോ ഖീഞ്ച് കർ ദേക്ക, ഇങ്ങനെ വലിച്ചു നോക്കി ആ മറ്റേ ലോക്ക്. ബന്ദ് ഥ. ക്യൂ നോ ഉസെ ഖോൽ കർ ദേഖ് ലിയാ ജായ്, അതിനൊന്ന് തുറന്നു നോക്കിയാൽ എന്താണ് എന്ന് രാജപ്പൻ്റെ മനസ്സിൽ വന്നു. മേസ് പർ സെ ഉസ്നെ ചാബി ഡൂണ്ട്ലി. അപ്പോൾ ആ ടേബിളിൽ ഉണ്ടായിരുന്നു അതിൻ്റെ ചാവി, ആ ചാവിയൊക്കെ എവിടെ നിന്ന് തപ്പി എടുത്തു അല്ലേ. सीढ़ियों के पास जाकर उसने एक बार झांक कर देखा. അപ്പോൾ സ്റ്റെപ്സിൻ്റെ അവിടെ പോയിട്ട് ഒരു പ്രാവശ്യം കൂടെ ഇങ്ങനെ എത്തി നോക്കി. फिर जल्दी में दराज खोली. ആൽബം ऊपर ही रखा हुआ था. വേഗം ഡ്രോവർ തുറന്നു, ആൽബം മുകളിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. पहला पृष्ठ खोला. ആദ്യത്തെ പേജ് തുറന്നു. ഉൻ വാക്യം കോ ഉസ്നെ ദുബാര പട. വീണ്ടും ആ വാക്യങ്ങൾ വായിച്ചു, ആ മുമ്പിൽ എഴുതിയിരിക്കുന്നത് അല്ലേ. ഉസ്കാ ദിൽ തേസി സെ ധടക്നെ ലഗ. അപ്പോൾ വേഗം ഇങ്ങനെ നെഞ്ചെടുപ്പ് കൂടി.
एल्बम को झट कमीज के नीचे खोस लिया और दराज बंद कर दिया. പിന്നെ വേഗം അത് ഡ്രസ്സിൻ്റെ അടിയിൽ ഇങ്ങനെ ഒളിപ്പിച്ചു ആൽബം. എന്നിട്ട് ആ ഡ്രോവർ അടച്ചു. सीढ़ियाँ उतरकर घर की ओर भागा. പിന്നെ സ്റ്റെപ്സ് ഇറങ്ങിയിട്ട് വീട്ടിലേക്ക് ഓടി. घर जाकर सीधा पुस्तक की अलमारी के पास गया और पीछे की ओर एल्बम छिपा दिया. നേരെ വീട്ടിൽ പോയിട്ട് ആ പുസ്തകങ്ങൾ വെച്ചിരിക്കുന്ന അലമാരിയുടെ അടുത്ത് പോയി അലമാരിയിൽ പുസ്തകങ്ങളുടെ ഇടയ്ക്ക് ഇത് ഒളിപ്പിച്ചു. ആൽബം छिपा दिया. उसने बाहर आकर झांका. പുറത്ത് വന്നിട്ട് വീണ്ടും ഇങ്ങനെ എത്തി നോക്കി. पूरा शरीर जैसे जलने लगा था. ആകെ ശരീരം മുഴുവൻ ഇങ്ങനെ കത്തുന്നത് പോലെ, കാരണം ഒരു ടെൻഷൻ അല്ലേ. ഗല സൂഖ് रहा था और चेहरा तमतमाने लगा था. ഇങ്ങനെ തൊണ്ട വരളുന്നുണ്ടായിരുന്നു. അത് മാത്രമല്ല മുഖമൊക്കെ ഇങ്ങനെ തിളങ്ങും, അതായത് വേർത്തൊലിക്കുന്നുണ്ടായിരുന്നു എന്നാണ് അർത്ഥമാക്കുന്നത്. അതായത് തെറ്റല്ല ചെയ്യുന്നത്, ഒരു കള്ളത്തരമാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ആ റിയാക്ഷനാണ് രാജപ്പൻ കാണിച്ചത്. രാത് 8 ബജെ അപ്പു ആയ. ഒരു 8 മണിയാകുമ്പോൾ രാത്രി അപ്പു വന്നു. ഹാത്ത് പാവ് ഹിലാക്കർ ഉസ്നെ പൂരി ബാത് കഹ സുനായി. അപ്പോൾ നാഗരാജൻ പട്ടണത്തിൽ പോയിരിക്കുകയായിരുന്നല്ലോ അപ്പുവിൻ്റെ കൂടെ. അപ്പോൾ അതിന് ശേഷം തിരിച്ചു പോയതിന് ശേഷം അപ്പു വന്നിട്ട് ഇങ്ങനെ രാത്രി 8 മണിയായപ്പോഴേക്കും രാജപ്പൻ്റെ വീട്ടിൽ വന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയുകയാണ്. ഹാത്ത് പാവ് ഹിലാക്കർ എന്ന കൈയും ഇങ്ങനെ കാട്ടിക്കുക ഇങ്ങനെ പറയുകയായിരുന്നു. हिलाकर उसने पूरी बात कह सुनाई. നടന്ന സംഭവമൊക്കെ പറഞ്ഞു. सुना तुमने नागराजन का एल्बम खो गया. हम दोनों शहर गए हुए थे. लौट कर देखा तो एल्बम गायब. നിനക്കറിയോ നാഗരാജൻ്റെ ആൽബം കാണാനില്ലാതായി. ഞങ്ങൾ നാട്ടിൽ പോയി പട്ടണത്തിൽ പോയി വന്നപ്പോഴേക്കും ആൽബം കാണാതായി എന്ന് പറഞ്ഞു. രാജപ്പ ചുപ് രഹ. രാജപ്പൻ ഒന്നും മിണ്ടിയില്ല. ഉസ്നെ അപ്പുക്കോ കിസി തര ടാല. അപ്പുവിനെ എങ്ങനെയെങ്കിലുമൊക്കെ ഒഴിവാക്കി. उसके जाते ही उसने झट कमरे का दरवाज़ा भेद लिया और अलमारी के पीछे से एल्बम निकाल कर देखा. ഉടനെ അവൻ പോയ ഉടനെ അവനെ ഒഴിവാക്കി. എന്നിട്ട് അവന് പോയ ഉടനെ കഥക് വേഗം ഡാമെന്ന് അടച്ചിട്ട് അലമാരിയുടെ പിറകിൽ പോയിട്ട് ആൽബം എടുത്തിട്ട് വന്നു. ഉസ്സെ ഫിർ छिपा दिया. വീണ്ടും അതിനെ ഒളിപ്പിച്ചു. ഡർ ഥാ കहीं कोई देख न ले. ആരെങ്കിലും കണ്ടാലോ എന്നൊരു പേടി അല്ലെ മനസ്സിൽ. रात में खाना नहीं खाया. രാത്രി ഒന്നും കഴിച്ചില്ല. पेट जैसे भरा हुआ था. എന്തോ വയറിങ്ങനെ നിറഞ്ഞിരിക്കുന്ന പോലെ, അതൊന്നും കഴിക്കാൻ തോന്നിയില്ല. सारा घर चिंतित हो गया. उसका चेहरा भयानक हो गया था. എല്ലാം മുഴുവൻ വീട്ടിലെ ആൾക്കാരൊക്കെ പേടിച്ചു പോയി. ചിന്തിത് ഹോ ഗയ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇങ്ങനെ വിഷമത്തിലായി, എന്തോ പറ്റിക്കാണും ഇവനെന്ന്. ഉസ്ക ചെഹ്റ ഭയാനക് ഹോ ഗയ था. അവൻ്റെ മുഖമാണെങ്കിലോ ഭയാനക, അതായത് എന്തോ ഒരു വിഷമമുള്ള പോലെ, മുഖമൊക്കെ മാറി അല്ലേ, വാടിയിരിക്കുന്ന പോലെ, എന്തോ ഒരു പേടിയുള്ള പോലെ എന്തോ. അപ്പോൾ रात उसने सोने की कोशिश की पर नींद नहीं आई. രാത്രി ഉറങ്ങാനും ശ്രമിച്ചു, പക്ഷെ ഉറങ്ങാനൊന്നും സാധിച്ചില്ല. നീന്ത് നഹി ആയി, ഉറക്കം വന്നില്ല. ആൽബം സിർഹാനെ തക്കിയെ കെ നീച്ചെ റക്കർ സോ ഗയ. അപ്പോൾ ആൽബം ആൽബം തലേണയുടെ ആ താഴെ ഇങ്ങനെ വെച്ചിട്ട് അവന് ഉറങ്ങാൻ ശ്രമിച്ചു. സുബ അപ്പു ദൊബാറ ആയ. അപ്പു വീണ്ടും വന്നു അല്ലേ, രാവിലെ ആയപ്പോഴേക്കും അപ്പു വീണ്ടും വന്നു. രാജപ്പ തബ് ഭി ബിസ്തർ പർ ബൈഠാ था. ആ സമയത്ത് അപ്പോഴും രാജപ്പൻ കട്ടിലിരിക്കുകയായിരുന്നു. അപ്പോൾ സുബ നാഗരാജൻ കെ ഘർ ഹോക്കർ ആയ था. അപ്പോൾ രാവിലെ നാഗരാജൻ്റെ വീട്ടിൽ പോയിട്ട് വരുന്ന വഴിയാണ് ഇവിടെ കയറുന്നത്. ആരുടെ? രാജപ്പൻ്റെ വീട്ടിൽ. കൽ തും ഉസ്കെ ഘർ ഗയേ ഥേ. അപ്പുവിനെ പൂച്ച. അപ്പോൾ രാജപ്പൻ്റെ അടുത്ത് ചോദിച്ചു, നീ നാഗരാജൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നോ ഇന്നലെ എന്ന് ചോദിച്ചു. രാജപ്പ की सांस जैसे ऊपर की ऊपर और नीचे की नीचे रह गया. അതായത് ശരിക്കും ശ്വാസം പോലും എടുക്കാൻ പറ്റാത്ത രീതിയിലായി അല്ലേ, അതായത് പേടിച്ചു പോയി. ഫിർ സിർ ഹിലാ ദിയ. പിന്നെ തല ഇങ്ങനെ ആട്ടി, ശരിയാണെന്ന രീതിയിൽ. വ ജിസ് തര ചാഹെ സോച്ച് ലി. എന്ത് വേണമെങ്കിലും വിചാരിച്ചോട്ടെ എന്ന രീതിയിൽ തല ആട്ടി. കാമാക്ഷി ने कहा था कि हमारे जाने के बाद खाली तुम वहाँ आए थे. അപ്പം ഞങ്ങൾ ഇവിടെ പട്ടണത്തിൽ പോയതിന് ശേഷം നീ മാത്രമാണ് അവിടെ വന്നത് എന്ന് അനിയത്തി പറഞ്ഞിട്ടുണ്ടായിരുന്നു, കാമാക്ഷി പറഞ്ഞിട്ടുണ്ടായിരുന്നു. രാജപ്പ को समझते देर नहीं लगी कि अब सब उस पर शक करने लगे. അപ്പോൾ കുറേ സമയം എടുത്തില്ല മനസ്സിലാക്കിയെടുക്കാൻ. എന്താണ്? എല്ലാവർക്കും സംശയം തോന്നി തുടങ്ങിയിട്ടുണ്ട് എന്ന്. ഷക്ക് അല്ലേ, ഷക്ക് എന്ന് പറഞ്ഞാൽ സംശയം. कल रात से नागराजन लगातार रोए जा रहा है. उसके पापा शायद पुलिस को खबर दे. അപ്പോൾ ഇന്നലെ രാത്രി മുതൽ നാഗരാജൻ ഇങ്ങനെ ലഗാത്താർ, അതായത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അച്ഛൻ ചിലപ്പോൾ പോലീസിനടുത്ത് കംപ്ലയിൻറ്റ് ചെയ്യുമായിരിക്കും. അപ്പുവിനെ ഫിർ കഹ. രാജപ്പ ഫിർ ബി ചുപ് രഹ. അപ്പോഴും രാജപ്പ മിണ്ടാതിരുന്നു. उसके पापा डीएसपी के दफ्तर में ही तो काम करते हैं. बस यह पलक झपक दे और पुलिस की फौज हाजिर. അവൻ്റെ അച്ഛൻ DSPയുടെ ഓഫീസിലല്ലേ വർക്ക് ചെയ്യുന്നത്. ഒന്ന് കണ്ണ് ചിമ്മിയാൽ മതി, ഉടനെ എന്താണ് പോലീസ് അവിടെ എത്തും അല്ലേ, പോലീസിൻ്റെ പട്ടാളം അവിടെ എത്തും. അപ്പോൾ ജैसे आग में घी डाल रहा था.
അപ്പോൾ ആണെങ്കിലോ ഇങ്ങനെ തീയിലിങ്ങനെ എന്താണ് കത്തുന്ന തീയിൽ എണ്ണ ഒഴിക്കുക എന്ന രീതിയിൽ ഘീ ഡാൽ റാത. ഘീ എന്ന് പറഞ്ഞാൽ നെയ്യ് അല്ലേ, നെയ്യിടുക. അതാണ് ചെയ്യുന്നുണ്ടായിരുന്നത്, ആ പണിയായിരുന്നു ചെയ്യുന്നത്. यह तो भला हुआ कि अप्पू का भाई उसे ढूंढता हुआ आ गया और അപ്പു ചൽത്താ ബന. ഭാഗ്യത്തിന് ആ സമയത്ത് അപ്പുവിൻ്റെ അനിയൻ അപ്പുവിനെ തിരഞ്ഞുകൊണ്ട് വന്നു അല്ലെ. ढूंढता हुआ आ गया और അപ്പു ചൽത്താ ബന. അതിന് ശേഷം അപ്പു ഇങ്ങനെ മുന്നോട്ട് പോയി, അപ്പു നീങ്ങി. രാജപ്പാക്ക് പാപ്പ ദഫ്തർ ചലേ ഗയേ थे. രാജപ്പൻ്റെ അച്ഛൻ ഓഫീസിൽ പോയിരിക്കുകയായിരുന്നു. അപ്പോൾ ബാഹർ കാ കിവാട് ബന്ദ് था. പുറത്തുള്ള ആ കതക് അടഞ്ഞിരിക്കുകയായിരുന്നു. രാജപ്പ അഭി തക് ബിസ്തർ പർ ബൈഠാ ഹുവാ था. രാജപ്പനാണെങ്കിലോ കട്ടിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. ആധാ ഘണ്ട ഗുസർ ഗയാ और वह उसी पर बैठा रहा. അരമണിക്കൂറായിട്ടും അവന് എണീക്കാൻ തോന്നുന്നില്ലായിരുന്നു, ആ കട്ടിലിൽ തന്നെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. തബി ബാർക്കി സാങ്കൽ ഖട്കി. സാങ്കൽ എന്ന് പറഞ്ഞാൽ ഒരു ചെയിൻ കൊണ്ടുണ്ടാക്കി, ഒരു ചെയിൻ ഉണ്ടാവും എപ്പോഴും കതകിൻ്റെ പുറത്തിങ്ങനെ കൊട്ടുന്നതിനായിട്ട് വെക്കുന്നതാണ്. അപ്പോൾ സാങ്കൽ ഖട്കി, അങ്ങനെ കൊട്ടുന്ന ചെയിൻ ഇങ്ങനെ കൊട്ടുന്ന സൗണ്ട് കേട്ടു. പോലീസ്. രാജപ്പ ബുദ്ബുദായ. അപ്പോൾ പോലീസാണെന്ന് പറഞ്ഞ് ഇങ്ങനെ പേടിച്ചിങ്ങനെ മനസ്സിലിങ്ങനെ ഇങ്ങനെ പറഞ്ഞു. ഭീതർ സാങ്കൽ ലഗി തീ. ദർവാസ ഖട്ടക്നി കി ആവാസ് തേസ് ഹോ ഗയി. അപ്പോൾ അകത്തിങ്ങനെ ആ ചെയിൻ ഉള്ളതുകൊണ്ട് നല്ലോണം ശരിക്കും കേൾക്കാമായിരുന്നു ആ സൗണ്ട്. രാജപ്പാനെ തക്കിയക്ക് നീച്ചെ സെ ആൽബം ഉഠായ और ऊपर भागा. വേഗം അവിടെ നിന്ന് ആൽബം എടുത്തു. എന്താണ് തലേണയുടെ താഴെ വെച്ചിരിക്കുന്ന ആൽബം എടുത്തിട്ട് മുകളിലോട്ട് ഓടി. അൽമാരിക്ക് പീച്ചെ छिपा दिया. അൽമാരിയുടെ പിറകിൽ ഒളിപ്പിച്ചു. नहीं पुलिस ने अगर तलाशी ली तो पकड़ा जाएगा. പോലീസ് എങ്ങാനും അത് ഇങ്ങനെ തപ്പിപ്പിടിക്കുകയാണെങ്കിൽ അല്ലേ, തലാശി ലേന എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തപ്പിപ്പിടിക്കുക. അപ്പോൾ തലാശി ലീ तो पकड़ा जाएगा, പിടിക്കപ്പെടും. ആൽബം കോ കമീസ് കെ നീച്ചെ ചിപ്പാക്ക് വ നീച്ചെ ആ ഗയ. അപ്പോൾ ആൽബം ഇങ്ങനെ ഡ്രസ്സിൻ്റെ അകത്ത് ഇങ്ങനെ ഒളിപ്പിച്ചിട്ട് താഴെ വന്നു. ബാഹർ ക ദർവാസ അഭി ബജ് രഹാ താ. അപ്പോഴും പുറത്തെ ആ കതക് ഇങ്ങനെ ആരോ കൊട്ടുന്നുണ്ടായിരുന്നു. कौन है? अरे दरवाज़ा क्यों नहीं खोलता? अम्मा भीतर से चिल्लाई. थोड़ी देर और हुई तो अम्मा खुद ही उठकर चली आएंगी. അപ്പോൾ അമ്മ ആരാണത് നോക്കിയേ, എന്താ തുറക്കാത്തത്? അരെ ദർവാസ ക്യൂ നെഹി ഖോൽത്താ. ആരെന്ന് നോക്കിയേ, എന്താ കതക് തുറക്കാത്തത്? അമ്മ അകത്തുനിന്ന് ഇങ്ങനെ ഒച്ചത്തിൽ ഇങ്ങനെ വിളിക്കുന്നുണ്ടായിരുന്നു. കുറച്ച് സമയം കഴിഞ്ഞാൽ പിന്നെ അമ്മ തന്നെ വന്നിട്ട് അത് തുറക്കും അല്ലേ. ഖുദ് ഹി ഉട്ട്കർ ചലിയായെങ്കിൽ, പിന്നെ അമ്മ തന്നെ എണീറ്റ് വരും. അപ്പോൾ രാജപ്പ പിച്ചുവാടി കി ഓർ ഭാഗ. വേഗം പിറകിലുള്ള വഴിയിലൂടെ ഓടി അല്ലേ. ജൽദി സെ ബാത്റൂം മേ ഘുസ്കർ ദർവാസ ബന്ദ് കർ ലിയ. പിറകിലൂടെ പോയിട്ട് വേഗം ബാത്റൂമിൽ കയറി കതക് അടച്ചു. अम्मा ने अंगीठी पर गर्म पानी की देगची चढ़ा रखी थी. उसने ആൽബം को अंगीठी में डाल दिया. ആൽബം ജലനെ ലഗ. അപ്പോൾ അവിടെ ഇങ്ങനെ ചൂടാക്കാനായിട്ട് ഇങ്ങനെ വെച്ചിരിക്കുന്ന തീ ഉണ്ടായിരുന്നു, അതിലായിട്ട് ഇട്ടു അല്ലേ. അങ്കീട്ടി ഇങ്ങനെ ചെറിയൊരു തീ, അപ്പോൾ അതിലോട്ട് ഈ ആൽബം എടുത്ത് ഇട്ടു. ആൽബം ജലനെ ലഗ. അപ്പോൾ ആൽബം ഇങ്ങനെ ആളി കത്താൻ തുടങ്ങി. കിത്നി പ്യാരെ ടിക്കറ്റ് थे. രാജപ്പാക്ക് ആങ്കോ മേ ആസു ആ ഗए. ഇത് കത്തിക്കാതിരിക്കാനും പറ്റത്തില്ല എന്ന രീതിയിലായിരുന്നു ആ സിറ്റുവേഷൻ അല്ലേ. അപ്പോൾ അത് വിഷമവും തോന്നുന്നുണ്ട്, കാരണം എത്ര ഭംഗിയുള്ള ടിക്കറ്റ് ആൽബമാണ് താൻ നശിപ്പിച്ചത് എന്നൊരു ഗിൽട്ടി ഫീലിങ്ങും രാജപ്പൻ്റെ മനസ്സിലുണ്ട്. അതുകൊണ്ടാണ് രാജപ്പൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് ഒഴുകി അല്ലേ. അതായത് ആഘോമേ ആസു ആകെ, കരയാൻ തുടങ്ങി. മനസ്സിലിങ്ങനെ വിഷമവും ഉണ്ടായിരുന്നു, എന്തിനാണ് ഞാനത് കത്തിച്ചതെന്ന രീതിയിൽ. തബി അമ്മാക്കി ആവാസായി. അതേ സമയത്ത് അമ്മ ഇങ്ങനെ വിളിച്ചു അല്ലേ, അമ്മയുടെ സൗണ്ട് കേട്ടു. ജൽദി സെ ആ തോ നഹാക്കർ നാഗരാജൻ തുझे ढूंढता हुआ आया है. ഒന്ന് വേഗം വന്നേ, നീ കുളിച്ചിട്ട്, നാഗരാജൻ വന്നിട്ടുണ്ട് നിന്നെ കാണാനായിട്ട്, നിന്നെ നോക്കി വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. രാജപ്പാനെ നിക്കർ ഉത്താർ ദി ഓർ ഗീല തോലിയ ലപേട്ട് കർ ബാഹർ ആ ഗയ. അപ്പോൾ കുളിക്കുന്നുണ്ടായിരുന്നു എന്ന് കാണിക്കാനായിട്ട് വേഗം നിക്കറൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ടവൽ കൊണ്ടിങ്ങനെ കെട്ടിയിട്ട് ഇങ്ങനെ പുറത്തോട്ട് വന്നു. കപ്പടെ ബദൽക്കർ ഊപ്പർ ഗയ. പിന്നെ ഡ്രസ്സ് മാറ്റിയിട്ട് വേഗം മുകളിലോട്ട് പോയി അല്ലേ. അവിടെ നാഗരാജൻ ഇരിക്കുന്ന സ്ഥലത്തേക്ക് പോയി. നാഗരാജൻ കുർസി പർ ബൈഠാ ഹുവാ താ. നാഗരാജൻ അവിടെ കസേരയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. ഉസേ ദേഖ്തേ ഹി ബോല, മേരാ ആൽബം ഖോ ഗയാ ഹെ യാർ. എൻ്റെ ആൽബം കളഞ്ഞു പോയടാ എന്ന് പറഞ്ഞു. ഉസ്ക ചേര ഉത്രാ ഹുവാ താ. അവൻ്റെ വിഷമിച്ചിരിക്കുകയായിരുന്നു അല്ലേ നാഗരാജൻ. അപ്പോൾ ഇങ്ങനെ മുഖമൊക്കെ ഇങ്ങനെ വാടിയിരിക്കുകയായിരുന്നു. കാഫി റോക്കറായ താ ഷായത്. കുറേ കഴിഞ്ഞിട്ടാണ് വന്നിരിക്കുന്നതെന്ന് ആ മുഖത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. കഹാ രഖാ താ തുമ്നെ. രാജപ്പാനെ പൂച്ച, നീ എവിടെ വെച്ചതാന്ന് ചോദിച്ചു. ഷായത് ദറാസ് മേ ഷെഹർ സെ ലോട്ടാ തോ ഗായബ്. ഞാൻ ദറാസിൽ ഡ്രോവറിൽ വെച്ചതാണ്, തിരിച്ചു വന്നപ്പോഴേക്കും അത് കാണാനില്ല. ഗായബ് ഹോന എന്ന് പറഞ്ഞാൽ കാണാതാവുക അല്ലെ, ഗായബ്. നാഗരാജൻ കി ആങ്കോ മേ ആസു ആകെ. അത് പറയുമ്പോഴേക്കും നാഗരാജൻ്റെ കണ്ണുകൾ നിറഞ്ഞു അല്ലേ. രാജപ്പാസെ ചെഹറ ബച്ചാക്കർ ഉസ്നെ ആങ്കെ പോച്ച്ലി. അപ്പോൾ രാജപ്പൻ കാണാത്ത രീതിയിൽ ഇങ്ങനെ കണ്ണ് തുടച്ചു. ആങ്കെ പോച്ച്ലി.
റോ മത് യാർ, കരയണ്ട. രാജപ്പാനെ ഉസെ പുച്കാര, ഇങ്ങനെ വിഷമിക്കല്ലേ എന്ന് പറഞ്ഞ് ഇങ്ങനെ സമാധാനിപ്പിച്ചിട്ട് പറഞ്ഞു. ഫഫക് ഫഫക്കർ റോ ദിയെ എന്ന് പറഞ്ഞ് അവൻ്റെ മനസ്സിലിങ്ങനെ ആ ഗിൽറ്റി ഫീലിംഗ് ഉണ്ടായിരുന്നു അല്ലേ. എന്നിട്ട് അവന് ഇങ്ങനെ കരഞ്ഞു. രാജപ്പ झट नीचे उतर कर गया, വേഗം താഴെ ഇറങ്ങിപ്പോയി. 1 मिनट में वो ऊपर नागराजन के सामने था, വേഗം താഴെ പോയിട്ട് എന്താണ് മുകളിലോട്ട് വേഗം വീണ്ടും വന്നു. ഉസ്കെ ഹാത്ത് മേ ഉസ്കാ അപ്ന ആൽബം താ, അവൻ്റെ കയ്യിൽ എന്താ ഉണ്ടായിരുന്നത്, അവൻ്റെ ആ ആൽബം ഉണ്ടായിരുന്നു കയ്യിൽ. ലോ യഹ് രഹാ മേരാ ആൽബം, ഇന്നാ പിടിച്ചോ എൻ്റെ ആൽബം, എൻ്റെ കയ്യിലുള്ള ആൽബം ഇന്നാണ്, ഇന്നാ പിടിച്ചോ എന്ന് പറഞ്ഞു. അബ് ഇസേ തും റഖ് ലോ, ഇനി ഇതിനെ നീ വെച്ചോളൂ, നിൻ്റെ കയ്യിൽ വെച്ചോളൂ. ऐसे क्यों देख रहे हो, എന്തിനാ ഇങ്ങനെ നോക്കുന്നത്, ഈ ആൽബം നീ വെച്ചോ എന്ന രീതിയിൽ രാജപ്പൻ തൻ്റെ സ്വന്തം ആൽബം കൊണ്ടുവന്ന് നാഗരാജന് കൊടുത്തു. മസാഖ് നഹി കർ റഹാ, ഞാൻ കളിയാക്കുകയല്ല, കളി പറയുകയല്ല. സച്ച് കേത്താ ഹൂം ഇസേ അബ് തും റഖ് ലോ, ഞാൻ സത്യ പറയുന്നത്, ഇനി നീ ഇതിനെ വെച്ചോ, എൻ്റെ ആൽബം നീ വെച്ചോ എന്ന് രാജപ്പൻ നാഗരാജന് ആ ആൽബം കൊടുത്തു. ബഹലാ രഹേ ഹോ യാർ, നാഗരാജൻ കോ ജैसे യക്കീൻ നഹി ആയ, നീ വെറുതെ എന്നെ സമാധാനിപ്പിക്കാൻ പറയുന്നതല്ലേ, നീ വെറുതെ ഇങ്ങനെ കളിയാക്കുകയാണെന്ന രീതിയിൽ, അത് വെറുതെ പറയുകയല്ലേ എന്ന രീതിയിൽ പറഞ്ഞു. എനിക്ക് വിശ്വാസം വരുന്നില്ല, അതായത് നാഗരാജന് വിശ്വാസം വരുന്നില്ലായിരുന്നു. ബഹലാ രഹേ ഹോ യാർ, എന്നെ സമാധാനിപ്പിക്കാൻ ചെയ്യുകയാണോ എന്ന് ചോദിച്ചു. നഹി യാർ സച്ച്മുച്ച് തുംകോ ദേ രഹാ ഹൂം റഖ് ലോ, വെറുതെ അല്ല തരുന്നത്, ശരിക്കും തരുകയാണ്, നീ വെച്ചോളൂ എന്ന് പറഞ്ഞു. രാജപ്പ ഭല അപ്ന ആൽബം ഉസേ ദേ ദേ, कैसा चमत्कार है, नागराजन को अब भी यकीन नहीं आ रहा था. രാജപ്പൻ സ്വന്തം ആൽബം ആർക്കെങ്കിലും കൊടുക്കുമോ, ഭല അപ്ന ആൽബം ഉസേ ദേ ദേ, സ്വന്തം ആൽബം ഇങ്ങനെ എനിക്ക് തരുമോ, കേസ ചമത്കാർ ഹെ, അതിശയം തോന്നുന്നു. ചമത്കാർ എന്ന് പറഞ്ഞാൽ അതിശയം അല്ലേ, അതിശയം തോന്നുകയാണ്. നാഗരാജൻ കോ അഭി യക്കീൻ നഹി ആ രഹാ താ, നാഗരാജൻ ഇപ്പോഴും വിശ്വാസം വരുന്നില്ലായിരുന്നു. पर രാജപ്പ अपनी बात बार बार दोहरा रहा था, പക്ഷെ രാജപ്പനാണെങ്കിലോ നീ വെച്ചോളൂ, എനിക്ക് വേണ്ട, നീ വെച്ചോളൂ എന്ന് പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഉസ്ക ഗലാ ഭറായ, അത് കാണുമ്പോൾ അവൻ്റെ ഇങ്ങനെ കഴുത്തിങ്ങനെ, അതായത് വിഷമിക്കുക എന്ന രീതിയിലാണ് ഗലാഭറാന. ठीक है मैं इसे रख लेता हूँ पर तुम क्या करोगे, ശരി ഞാൻ എൻ്റെ കയ്യിൽ വെക്കുകയാണ്, പക്ഷെ നീ എന്ത് ചെയ്യും. മുझे नहीं चाहिए, എനിക്കിത് വേണ്ട. क्यों तुम्हें एक भी टिकट नहीं चाहिए, എന്താ നിനക്ക് ഒരു ടിക്കറ്റ് പോലും വേണ്ടേ. नहीं पर तुम कैसे रहोगे बगैर किसी टिकट के, നിനക്ക് എങ്ങനെ നിൽക്കാൻ പറ്റും, നിൻ്റെ കളക്ഷൻ അല്ലേ അതല്ലേ, നിൻ്റെ ഹോബി അല്ലേ, നിനക്ക് എങ്ങനെ നിൽക്കാൻ പറ്റും ആ ടിക്കറ്റ് ഇല്ലാതെ എന്ന് നാഗരാജൻ ചോദിച്ചു. रोता क्यों है यार, ले इस आल्बम को तू ही रख ले, इतनी मेहनत की है तूने, നാഗരാജൻ ബോല. നീ എന്തിനാ കരയുന്നത്, അതുകൊണ്ടാണ് തന്നത് എന്ന രീതിയിൽ രാജപ്പൻ പറഞ്ഞു. ഈ ആൽബം നീ തന്നെ വെച്ചോ, നീ എത്ര പരിശ്രമിച്ചതാ, നാഗരാജൻ പറഞ്ഞു. നഹി തും റഖ് ലോ, ലേക്കർ ചലേ ജാओ, ജാओ ചലേ ജാओ യഹാ സെ, നീ വെച്ചോ, എന്നിട്ട് നീ ഇവിടുന്ന് പൊയ്ക്കോ നീ ഇവിടുന്ന് എന്ന് പറഞ്ഞു. ബഹുത് ചീഖ ഓർ ഫുഡ് കർ റോ ദിയ, ഒന്ന് പോവൂ എന്ന് പറഞ്ഞിട്ട് കരഞ്ഞു തുടങ്ങി അല്ലേ, ഒച്ചത്തിലിങ്ങനെ കരയാൻ തുടങ്ങി. നാഗരാജൻ की समझ में कुछ नहीं आया, വ ആൽബം ലേക്കർ നീച്ചെ ഉത്തർ ഗയ, നാഗരാജന് ഒന്നും മനസ്സിലായിട്ടില്ല, എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത് അവൻ, അല്ല അവന് ഇഷ്ടമുള്ള കാര്യമാണ് ടിക്കറ്റ് കളക്ട് ചെയ്യുക എന്നുള്ളത്, ഒരു ആൽബം ഉണ്ടാക്കുക എന്നത്. ആൽബം ഉണ്ടാക്കി ആൽബം എനിക്ക് തരികയാണ് അല്ലേ, എന്നിട്ട് അത് ആ സമയത്ത് നാഗരാജൻ എന്താ ഈ സംഭവിക്കുന്നത് പോലും മനസ്സിലാവുന്നില്ല. അപ്പോൾ നാഗരാജൻ की समझ में कुछ नहीं आया, വ ആൽബം ലേക്കർ നീച്ചെ ഉത്തർ ഗയ, ഒന്നും മനസ്സിലാകാത്തതുകൊണ്ട് ഇങ്ങനെ ആൽബം എടുത്തിട്ട് ഇങ്ങനെ ഇറങ്ങി, നാഗരാജൻ താഴെ ഇറങ്ങി വന്നു. കമീസ് സെ ആംഖേ പോച്ച്താ ഹുവാ രാജപ്പ ബി നീച്ചെ ഉത്തറായ, കമീസ് ആ ഡ്രസ്സിൽ തന്നെ ഇങ്ങനെ കണ്ണു ഇങ്ങനെ തുടച്ചു, എന്നിട്ട് താഴെ അവൻ്റെ കൂടെ തന്നെ ഇറങ്ങി വന്നു. ദോനും സാത്ത് ദർവാസെ തക് ആയ, അപ്പോൾ കതകിൻ്റെ അവിടെ വരെ രണ്ടുപേരും ഒരുമിച്ചെത്തി. ബഹുത് ബഹുത് ധന്യവാദ് മേ ഘർ ചലൂ, താങ്ക് യു എന്ന് പറഞ്ഞിട്ട് നാഗരാജൻ വീട്ടിലോട്ട് പോകാനായിട്ട് ഒരുങ്ങിയപ്പോൾ നാഗരാജൻ സീഡിയാ ഉത്തരണിയില്ല, അങ്ങനെ സ്റ്റെപ്സ് ഇറങ്ങാൻ തുടങ്ങി. സുനു രാജു, അങ്ങനെ നാഗരാജനെ രാജു എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ രാജപ്പാനെ പുക്കാർ, രാജപ്പൻ ഇങ്ങനെ വിളിച്ചു. नागराजन ने उसे पलट कर देखा, पलट कर देखना इन्हें तिरिഞ്ഞു നോക്കുക അല്ലേ, पलट कर देखा, आल्बम दे दो, मैं आज रात जी भर कर उसे देखना चाहता हूँ, कल सुबह तुम्हें दे जाऊँगा. അപ്പോൾ ആൽബം ഒന്ന് ഇപ്പോൾ തരുമോ, അതിനുശേഷം രാത്രി ഞാനൊന്ന് അതിനെ ഒന്ന് ശരിക്കും നോക്കട്ടെ, അതായത് മനസ്സ് നിറയെ നോക്കട്ടെ, ജി ഭർക്കർ അല്ലേ, മനസ്സ് നിറയെ ഒന്ന് ആൽബം ഒന്ന് നോക്കട്ടെ, ഒന്ന് അത് ഒന്ന് നോക്കിക്കോട്ടെ, അതിനുശേഷം കൽ സുബ തുമേ ദേ ദൂങ്ക, നാളെ രാവിലെ ആകുമ്പോഴേക്കും ഞാനത് നിന്നെ ഏൽപ്പിക്കാം. ठीक है, നാഗരാജൻ ने उसे ആൽബം लौटा दी और चला गया. നാഗരാജൻ ആൽബം തിരിച്ച് നൽകിയിട്ട് അവിടുന്ന് ഇറങ്ങി അല്ലേ. രാജപ്പ ഊപ്പറായ, രാജപ്പൻ മുകളിലോട്ട് വന്നു. പിന്നെ ഉസ്നെ ദർവാസ ബന്ദ് കർ ലിയ
और ആൽബം को छाती से लगाकर फूट फूट कर रो दिया. അപ്പോൾ അതിനുശേഷം മുകളിലോട്ട് വന്നിട്ട് ആ കതക് അടച്ചിട്ട് ആൽബം ഇങ്ങനെ ഛാത്തി, അതായത് നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് ഇങ്ങനെ പൊട്ടിക്കരയാൻ തുടങ്ങി. അതായത് ഫൂട്ട് ഫൂട്ട് കർ റോ ദിയ, പൊട്ടിക്കരയാൻ തുടങ്ങി. കാരണം ആ സമയത്ത് തോന്നിയ അസൂയ കാരണം ചെയ്ത ഒരു തെറ്റാണ് അല്ലേ. ആ തെറ്റിൽ ഇപ്പോൾ ആ രാജപ്പൻ വിഷമിക്കുകയാണ്. അതായത് ആ ഗിൽറ്റി ഫീലിംഗ് ആണ് ഇത് കാണിക്കുന്നത് അല്ലേ. ചബേന ചബാനെ के लिए भुने हुए चने, അതായത് ഭുനെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഡ്രൈ ഫ്രൈ ചെയ്യുന്ന ഇത് ചണ അല്ലേ, കടല. അഗുവ എന്ന് പറഞ്ഞാൽ നേത്ത, അതായത് ലീഡർ. പഗഡണ്ടി എന്ന് പറഞ്ഞാൽ പേദൽ ചലനെ സെ ബന റാസ്ത, അതായത് നടക്കാനായിട്ടുണ്ടാക്കുന്ന ഒരു വഴി, ഇടവഴി അല്ലേ. ടീപ്ന എന്ന് പറഞ്ഞാൽ നക്കൽ ലഗാക്കർ ലിഖ്ന, കോപ്പി ചെയ്യുക. ഗുഡ്കി ദേന എന്ന് പറഞ്ഞാൽ ധംകാന, അതായത് ഭീഷണിപ്പെടുത്തുക. ഭഗാർന എന്ന് പറഞ്ഞാൽ അപ്നി ഹോഷിയാരി ദിഖാനെ കെ ലിയെ കിസി ബാത് കി ചർച്ച കർണ, അതായത് സ്വയം ഇങ്ങനെ അതായത് പൊങ്ങച്ചം തന്നെയാണ്, അത് പുകഴ്ത്തി കാണിക്കുക അല്ലേ. കോറസ് എന്ന് പറഞ്ഞാൽ എക് സാത്ത് മിൽക്കർ ഗാന, എല്ലാവരും ഒരുമിച്ച് പറയുക അല്ലെങ്കിൽ പാടുക. ഖൽന ബുറ ലഗ്ന, അത് എന്താ വിഷമം തോന്നുക അല്ലേ. സാങ്കൽ ഖട്കി എന്ന് പറഞ്ഞാൽ, സാങ്കൽ എന്ന് പറഞ്ഞാൽ ചെയിൻ, അക്കുണ്ടിക്ക് ആവാസാന, അതായത് ഈ കഥകിലൊക്കെ ഇങ്ങനെ ചെയിൻ ഇടാറ്, ഇങ്ങനെ കൊട്ടുമ്പോൾ സൗണ്ട് ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാണ് സാസ് ഊപ്പർ കി ഊപ്പർ ഓർ നീച്ചയ്ക്ക് നീച്ച രഹന, ഘബ്രാ ജാന, പേടിക്കുമ്പോഴാണ് അങ്ങനെ ശ്വാസം ഇതാകുന്നതാണ് പേടിക്കുക. ഘബ്രാ ജാന, സാസ് ഊപ്പർ കി ഊപ്പർ ഓർ നീച്ചയ്ക്ക് നീച്ച രഹന. ആഗ് മേ ഘീ ഡാൽന, ഇതൊക്കെ ഫ്രേസാണ്. ഗുസ്സയ ചിന്ത ആദിക്കോ ഓർ ബടാന, അതായത് കൂടുതൽ ഇപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും ടെൻഷനിലാണ് അല്ലെങ്കിൽ ആരെങ്കിലും ദേഷ്യത്തിലാണ്, അപ്പോൾ അത് ഇനിയും കൂട്ടുക, മറ്റുള്ളവരുടെ പ്രശ്നം ഇനിയും കൂട്ടുക. അപ്പോൾ ആഗ് മേ ഘീ ഡാൽന, എണ്ണയിൽ തീ ഒഴിക്കുക എന്ന രീതിയിലാണ് അത് വരുന്നത്. ചേര ഉത്രാഹോന നിരാശോന, അതായത് വിഷമം തോന്നുക, ആ മുഖം വാടിയിരിക്കുക, വിഷമം തോന്നുക. ചേര ഉത്രാഹോന. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഇനി ക്വസ്റ്റ്യൻ ആൻസേഴ്സ് അടങ്ങിയിട്ടുള്ള ഒരു വീഡിയോ, ഈ ടിക്കറ്റ് ആൽബം എന്ന അധ്യായത്തിൻ്റെ തന്നെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് അടങ്ങിയിട്ടുള്ള ഒരു വീഡിയോ ഇനി മുമ്പിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്